ഹായ് ഓൾ, ഏവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പോഷൻ പക്വാട എന്ന പ്രവർത്തനം ഏപ്രിൽ 8 മുതൽ ഏപ്രിൽ 22 വരെ നമ്മൾ നമ്മുടെ ICDS കേന്ദ്രീകരിച്ച് അംഗനവാടികൾ നടത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ അറിയാം, നമ്മുടെ അംഗനവാടി ടീച്ചർമാർ, ഹെൽപ്പർമാർ, അതുപോലെ തന്നെ നമ്മുടെ ബെനിഫിഷ്യറീസ്, മറ്റു കുട്ടികളെല്ലാം കൃത്യമായിട്ട് പങ്കെടുത്തു വരുന്ന ഒരു പ്രോഗ്രാമാണ് പോഷൻ പക്വാട. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം നമ്മൾ 8-ാം തീയതി അംഗനവാടികളുടെയും ICDSകളിലൂടെയും ജില്ലാ രീതിയിൽ നമ്മൾ നടത്തി. സോ നമുക്ക് ഏപ്രിൽ 12 വരെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ നടത്തി. ഏപ്രിൽ 12 നമ്മൾ CB ആണ് കണ്ടക്ട് ചെയ്യണത്. ദെൻ അത് കഴിഞ്ഞ് നമുക്ക് ഏപ്രിൽ 11 വരെയുള്ള പ്രോഗ്രാം. ഇനി ഏപ്രിൽ 12-ാം തീയതിയിലെ പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യണത്. നമുക്കറിയാം, ഏപ്രിൽ 12 എന്ന് പറയുമ്പോൾ നമുക്ക് അംഗനവാടികൾ മുടക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഏപ്രിൽ 12-13 ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അംഗനവാടി തലത്തിൽ അല്ലെങ്കിൽ അംഗനവാടിക്കുള്ളിലുള്ള പ്രവർത്തനം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏപ്രിൽ 12-നും 13-നൊക്കെ നമ്മൾ ഓൺലൈൻ വഴിയുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഏപ്രിൽ 12 ശനിയാഴ്ച നമ്മളൊരു ഓൺലൈൻ ക്വിസ് കോമ്പറ്റീഷനാണ് ഉദ്ദേശിക്കുന്നത്. ഓൺലൈനായിട്ടുള്ള ക്വിസ് കോമ്പറ്റീഷൻ അത് നടത്തുന്നത് പ്രഗ്നൻ്റ് വുമൺ, അതുപോലെ ലാക്ടേറ്റീവ് മദർ എന്നിവർക്ക് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഒരു സ്ത്രീ ഗർഭിണിയാവുന്ന അവസ്ഥ മുതൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന അവസ്ഥ വരെ, അല്ലെങ്കിൽ ജന്മം നൽകിയതിന് ശേഷം ആ കുഞ്ഞിനെ വളർത്തി വരുന്ന ആ ഒരു സമയം എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന സമയങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് ഒരു PMന് എന്തൊക്കെ അറിയണം, അതായത് പ്രഗ്നൻ്റ് മദറിന് എന്തെല്ലാം കാര്യങ്ങളിൽ അറിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മ ലാക്ടേറ്റീവ് മദറിന് എന്തൊക്കെ ശ്രദ്ധിക്കണം, ഈ വക കാര്യങ്ങളൊക്കെ ഇവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള CBEകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്, സാമൂഹ്യാധിഷ്ഠിത പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇതൊക്കെ അവർക്ക് മനസ്സിലായോ, ഈ പരിപാടികളിലൂടെ അല്ലെങ്കിൽ ടീച്ചർമാർ വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർ ശരിയായ രീതിയിൽ ഗ്രഹിച്ചോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ ഓൺലൈൻ ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ക്വിസിലൂടെ നമ്മൾ PM-ഉം LMുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും. അവരതിന് നല്ല രീതിയിൽ കറക്റ്റായിട്ട് ആൻസർ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ വിജയിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാം. സോ ഈ PM-നും LMനും വേണ്ടിയിട്ടുള്ള ക്വിസ് കോമ്പറ്റീഷൻ്റെ ലിങ്ക്, ചോദ്യങ്ങളടങ്ങിയ ലിങ്ക് നമ്മൾ നിങ്ങൾക്ക് നാളെ ഷെയർ ചെയ്ത് തരും. ആ ഷെയർ ചെയ്ത് തരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഈ PM-നും LMനും അയച്ചു കൊടുക്കണം. നിങ്ങളുടെ ഏരിയയിലെ PM-നും LM അയച്ചു കൊടുത്ത് അവരോട് ആ ക്വിസ് കോമ്പറ്റീഷനിൽ കൃത്യമായിട്ട് പങ്കെടുക്കാനായിട്ട് ആവശ്യപ്പെടാം. ഒന്നാമത്തെ കാര്യം. അതിനുശേഷം PM-ഉം LMും ഈ ഒരു പ്രവർത്തനത്തിൽ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ തികച്ചും ഓൺലൈനാണ്, വേറെ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല, വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ അവർക്ക് പങ്കെടുക്കാം. ആ പങ്കെടുക്കുന്നതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് എടുത്തു തരാനായിട്ട് പറയണം. ഒന്നില്ലെങ്കിൽ ആ PM-ഒ LMോ പങ്കെടുക്കുന്നതിൻ്റെ ഫോട്ടോ ഫോണിൽ തന്നെയായിരിക്കും അവർ ക്വിസ് കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യേണ്ടാവും. ആ ഒരു ഫോട്ടോ വേറെ ആർക്കെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ അവർക്ക് പങ്കെടുക്കുന്ന സ്ക്രീൻഷോട്ട് എടുക്കാം. എങ്ങനെയായാലും നമുക്ക് കുഴപ്പമില്ല. ഈ പ്രവർത്തനത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ജൻ ആന്തോളൻ ഡാഷ്ബോർഡിൽ എൻട്രി ചെയ്യണം. മനസ്സിലായി? അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പോഷൻ പക്വയുടെ ഭാഗമായി അംഗനവാടി ടീച്ചർമാരുടെ നേതൃത്വത്തിൽ 12/4/25 ശനിയാഴ്ച PM, LM എന്നിവർക്കായി ഓൺലൈൻ ക്വിസ് മത്സരം നടത്തുക. മത്സരം നടത്താനുള്ള ലിങ്ക് നമ്മൾ നൽകുന്നതാണ്. മത്സരത്തിൽ നടത്തേണ്ട ഫോട്ടോ എടുക്കുകയും ജൻ ആന്തോളൻ ഡാഷ്ബോർഡിൽ ചേർക്കുകയും വേണം. തീം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഓഫ് മാൽന്യൂട്രീഷൻ ത്രൂ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CMAM ആക്ടിവിറ്റി കണ്ടക്ട് ഓഫ് അപ്പിറ്റൈറ്റ് ടെസ്റ്റ് അറ്റ് അംഗനവാടി ലെവൽ. മനസ്സിലായില്ലേ? അപ്പോൾ അംഗനവാടി ലെവലിൽ നമ്മൾ നടത്തുന്ന ഈ ഓൺലൈൻ ക്വിസ് കോമ്പറ്റീഷൻ കൃത്യമായിട്ട് നടത്തണം. അതിന് വേണ്ട നിർദ്ദേശങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്ത് തരും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രവർത്തനം നടത്തിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ജൻ ആന്തോളൻ ഡാഷ്ബോർഡിൽ എൻട്രി ചെയ്യണം വേണമല്ലോ. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു പ്രവർത്തനം നമ്മുടെ ജൻ ആന്തോളൻ ഡാഷ്ബോർഡിൽ എൻട്രി ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളതിന് വേണ്ടിയിട്ട് നമ്മുടെ ജൻ ആന്തോളൻ എന്നുള്ള ഗൂഗിൾ ക്രോമിനകത്ത് ജൻ ആന്തോളൻ എന്ന് അടിക്കുക, ഉള്ളിലേക്ക് കയറാം. ദെൻ നമുക്ക് അവിടെ എന്ത് ചെയ്യണം, തീം സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മളൊരു പ്രവർത്തനം നടത്തുമ്പോൾ അതിൻ്റെ തീമും ലെവലും ആക്ടിവിറ്റിയും ഒക്കെ എൻ്റർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനകത്തേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ തീം സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് തീം നോക്കാം. തീം സെലക്ട് ചെയ്യുമ്പോൾ നോക്കി നിങ്ങൾ മാനേജ്മെൻറ്റ് ഓഫ് മാൽന്യൂട്രീഷൻ ത്രൂ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CMAM കണ്ട.
നമ്മൾ തീമായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ പ്രവർത്തനങ്ങളുടെ കറക്റ്റ് അതേ പേര് തന്നെ തീമിലും ആക്ടിവിറ്റിയിലും വരണമെന്നില്ല. നമുക്ക് ഏകദേശം അതുമായി മാച്ച് ചെയ്ത് പോകുന്ന ആക്ടിവിറ്റീസാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് ഓഫ് മാൽ ന്യൂട്രീഷൻ ത്രൂ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CMAM മൊഡ്യൂൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ബ്ലോക്ക് എന്നുള്ളത് മാറ്റി അംഗനവാടി ലെവലാക്കി. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, അംഗനവാടി സെലക്ട് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യും, അതിന് ശേഷം നമ്മൾ അംഗനവാടി സെലക്ട് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ അംഗനവാടിയുടെ പേര് സെലക്ട് ചെയ്യുക. ദെൻ നമുക്ക് ആക്ടിവിറ്റി സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഒരുപാടെണ്ണം ഇതിനകത്ത് കാണാം. നോക്കി നിങ്ങൾ കണ്ടില്ലേ? ഇതിൽ നമുക്ക് ഏറ്റവും യോജിച്ച് വരുന്ന, അല്ലെങ്കിൽ നമ്മളൊരു ടെസ്റ്റായിട്ട് നടത്തുമ്പോൾ നമുക്കറിയാം, ഒരു സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ട് ടെസ്റ്റ് നടത്തുമ്പോൾ അതിനെയാണ് നമ്മൾ ആപ്പറ്റൈറ്റ് ടെസ്റ്റ് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അവിടെ കണ്ട കണ്ടക്ട് ഓഫ് ആപ്പറ്റൈറ്റ് ടെസ്റ്റ് അറ്റ് ദ അംഗനവാടി സെൻറ്റേഴ്സ്. നമുക്കറിയാം, നമ്മൾ പ്രഗ്നന്റ് വുമൺ, ലാക്ടേറ്റിംഗ് മദർ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിഷ്യറിയിൽ വരുന്ന ഒരു വിഭാഗമാണ് ഗർഭിണിയായ അമ്മയും മുലയൂട്ടുന്ന അമ്മയും, അറിയാമല്ലോ. അപ്പോൾ ആ കണ്ടക്ട് ഓഫ് ആപ്പറ്റൈറ്റ് ടെസ്റ്റ് അറ്റ് ദ അംഗനവാടി സെൻറ്റർ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്രം ഡേറ്റ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഫ്രം ഡേറ്റ് സെലക്ട് ചെയ്യുക. 12-ാം തീയതിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ 12-നാണ് നടത്തുന്നത്. ടു ഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, 12 തന്നെ സെലക്ട് ചെയ്യണം, വിട്ടുപോകരുത്. ഫ്രം ഡേറ്റും ടു ഡേറ്റും 12 സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എണ്ണം കൊടുക്കണം. അഡൾട്ട് എത്ര പേര്, മെയിൽ എത്ര, ഫീമെയിൽ എത്ര, ചിൽഡ്രൻ മെയിൽ എത്ര, ഫീമെയിൽ എത്ര, ദെൻ അഡോൾസൻറ്റ് ഗേൾസ് എത്ര. ജസ്റ്റ് നമ്മൾ ഇതുപോലെ എണ്ണം കൊടുക്കുക. അതിൻ്റെ ടോട്ടൽ നിങ്ങൾക്ക് അവിടെ താഴെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ഇമേജ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ബ്രൗസ് ഇമേജ് എന്നുള്ളതിൽ ബ്രൗസ് ഫയൽ കൊടുക്കും. അപ്പോൾ നമുക്കവിടെ അതിൻ്റെ ഫോട്ടോസ് വരും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവർത്തനം എന്താണ്, ക്വിസ് കോമ്പറ്റീഷനാണ്. അതിൻ്റെ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്തു. അപ്പോൾ പലരും ചോദിച്ചു, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചു, ഞങ്ങൾക്ക് അവിടെ ബ്രൗസ് ഫയലിൽ ഇമേജ് വരുന്നില്ല എന്ന്. ശ്രദ്ധിച്ച നിങ്ങൾ അവിടെ ഒരു നമ്പർ കണ്ട, 1082.1952.jpg കണ്ടില്ലേ? നമ്മൾ ഇതിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോയുടെ ആ നമ്പറാണ് അവിടെ വരുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റില്ല, നിങ്ങൾ ഇട്ടിരിക്കുന്ന ഫോട്ടോ വിസിബിൾ ആവില്ല, കാണാൻ പറ്റില്ല. കുറേ ആളുകൾ ഇതിൽ ഫോട്ടോ വരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാതെ സബ്മിറ്റ് ചെയ്യാതിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ആ ബ്രൗസ് ഫയലിൻ്റെ ആ ചതുരത്തിനുള്ളിൽ ഡോട്ട് ഇട്ടിട്ടുള്ള ആ ചതുരത്തിനുള്ളിൽ ഫോട്ടോ വരും എന്നാണ് പലരും കരുതിയിരുന്നത്. അങ്ങനെയല്ല, അവിടെ നമുക്ക് ഡയറക്റ്റ്ലി ഫോട്ടോ വരില്ല. പകരം എന്താണ് അവിടെ വരുന്നത്, അവിടെ ഇതുപോലെ ആ നമ്പർ മാത്രമേ കാണിക്കുകയുള്ളൂ കേട്ടോ. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അവിടെ ഈ നമ്പർ വരുന്നില്ല, മാക്സിമം ഫോട്ടോയുടെ മാക്സിമം സൈസ് റീച്ച്ഡ് അല്ലെങ്കിൽ സൈസ് കൂടുതലാണെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റർ ചെയ്യുമ്പോൾ അത് കറക്റ്റാവും. സോ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ അടിക്കാം, നിർബന്ധമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോഷൻ പക്വാഡ ഓൺലൈൻ ക്വിസ് കോമ്പറ്റീഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അടിക്കാം. അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് മാത്രം. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തേ, സക്സസ്ഫുള്ളി സബ്മിറ്റഡ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനം കറക്റ്റായിട്ട് സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയെന്ന് ഉറപ്പ് വരുത്താം. അപ്പോൾ ഈ പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ക്വിസ് കോമ്പറ്റീഷൻ്റെ ലിങ്ക്, അതായത് മത്സരം നടത്തുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ PM LM അയച്ചു കൊടുക്കണമല്ലോ, അതിൻ്റെ ലിങ്ക് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഓൺലൈൻ ക്വിസ് കോമ്പറ്റീഷൻ ചെയ്യുക. അതിൽ ഞാൻ പറഞ്ഞു, പ്രഗ്നൻ്റ് വുമണെയും ലാക്ടേറ്റിംഗ് മദറിനെയും ഉൾപ്പെടുത്തിയിട്ട് വേണം ഈ പ്രവർത്തനം ചെയ്യാനായിട്ട്. അതെന്ത് ചെയ്യുക, ജൻ ആന്തോളൻ ഡാഷ്ബോർഡിൽ നമ്മളിപ്പോൾ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ നമ്മുടെ ജൻ ആന്തോളൻ്റെ ഡാഷ്ബോർഡിൽ കൃത്യമായിട്ട് ചേർക്കുകയും വേണം. ഞാനിനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഇതുമായി ബന്ധപ്പെട്ട ഫോട്ടോസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പ്രവർത്തനത്തിൻ്റെയാണ് കേട്ടോ ഫോട്ടോസ് വരുന്നത്. കണ്ട, അതിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് കണ്ട. അതിൻ്റെ തീമുകളകത്ത് ഫോക്കസ് ഓൺ ഫസ്റ്റ് 1000 days പറയുന്നു, പോപ്പുലറൈസേഷൻ ഓഫ് ബെനിഫിഷ്യറി മൊഡ്യൂൾ ഇൻ ദ പോഷൻ ട്രാക്കർ ആപ്പ്, മാനേജ്മെൻറ്റ് ഓഫ് മാൽ ന്യൂട്രീഷൻ ത്രൂ CMAM മൊഡ്യൂള്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ടു അഡ്രസ് ചൈൽഡ് ഒബെസിറ്റി. കണ്ട, ഇല്ല നമ്മൾ ഇന്നെടുത്തിരിക്കുന്ന നമ്മുടെ തീം കണ്ട, മാനേജ്മെൻറ്റ് ഓഫ് മാൽ ന്യൂട്രീഷൻ ത്രൂ CMAM മൊഡ്യൂള്. അതിനകത്താണ് നമ്മൾ എന്ത് ചെയ്തത്, നിങ്ങൾ കണ്ടില്ലേ? ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. കണ്ട, മാനേജ്മെൻറ്റ് ഓഫ് മാൽ ന്യൂട്രീഷൻ ത്രൂ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CMAM, കണ്ടക്ട് ഓഫ് അപ്പറ്റൈറ്റ് ടെസ്റ്റ് അറ്റ് ദ അംഗനവാടി ലെവൽ. കണ്ട, നമ്മൾ അതിൽ നിന്നെടുത്തുള്ള തീമുകൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ചെയ്യുക, കൃത്യമായിട്ട് ഓരോ പ്രോഗ്രാമുകൾ ചെയ്തിട്ട് അതിലേക്ക് എൻ്റർ ചെയ്യുക. പിന്നെ ഞാൻ പിന്നീട് എടുത്ത് പറയുകയാണ്,
നമ്മൾ മുഴക്ക് ദിവസങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഓൺലൈൻ വഴിക്കുള്ള പ്രോഗ്രാംസ് ചെയ്യുന്നത്. അംഗനവാടികളിൽ വന്ന് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓൺലൈൻ വഴിയിൽ. കാരണം നമുക്ക് ഈ ഓൺലൈൻ ക്വിസ് കോമ്പറ്റീഷൻ പോലെ തന്നെ അടുത്ത ദിവസം നമുക്ക് വരുന്ന ഓൺലൈൻ പോസ്റ്റർ ക്യാമ്പയിൻ നമ്മൾ 13/4/25 നമ്മൾ ഓൺലൈൻ പോസ്റ്റർ ക്യാമ്പയിനാണ് ചെയ്യുക. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.